മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കാം. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ആകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യമാണ് നാം വായിച്ചത്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. നമുക്ക് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള യാത്രയിൽ സുവിശേഷ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ഏതാണ്ട് 3.5 വർഷമാണ് ഈ ഭൂമിയിൽ ചെയ്തത്. 3.5 വർഷം. യേശു കർത്താവ് ജീവിച്ചിരുന്നത് 33.5 വർഷമാണ്. 30 വർഷം മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്ന ജോസഫിനും മറിയയ്ക്കും ഒരു മകനായി, അനുസരണമുള്ള മകനായി മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ടു. സ്നാനാനന്തരം മരുഭൂമിയിൽ പോയി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാനന്തരമായി പരീക്ഷകൻ അടുക്കൽ വന്നു. പരീക്ഷയെ ജയിച്ചു കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഏതാണ്ട് 3.5 വർഷം കർത്താവ് ശുശ്രൂഷ ചെയ്തു. 33.5 വയസ്സിൽ യൂദാസ് അവനെ ഊറ്റിക്കൊടുക്കുന്നു. പടയാളികൾ പിടിച്ചു കൊണ്ടുപോകുന്നു. പീലാത്തോസിൻ്റെ കൽത്തളങ്ങളിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നു. ശേഷം ക്രൂശെടുപ്പിച്ചുകൊണ്ട് ഗൽഗത്തയോളം നടന്നു നീങ്ങി അവനെ ക്രൂശിച്ചു, കൊന്നു. എന്നാൽ ആ ക്രൂശീകരണത്തിന് ശേഷം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ കാണുകയാണ്. യേശു കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷ 3.5 വർഷമാകുമ്പോൾ 3.5 വർഷത്തിൻ്റെ ഉള്ളിൽ കർത്താവ് പലരെയും കർത്താവിന് വേണ്ടി വേർതിരിച്ചു. അനേകരെ കർത്താവ് ആകർഷിച്ചു. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ പറഞ്ഞു കൊടുത്തു. അനേക ഉദാഹരണങ്ങൾ, ഉപമകളിൽ കൂടെ ദൈവരാജ്യത്തെ കർത്താവ് ഉറപ്പിച്ചു. അനേക അടയാളങ്ങൾ കർത്താവ് ചെയ്തു. രോഗികളെ സൗഖ്യമാക്കി. കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു. ചെകിടന്മാർക്ക് കേൾവി കൊടുത്തു. ഊമരെ കർത്താവ് സംസാരിപ്പിച്ചു. മുടന്തരായവരെ കർത്താവ് എഴുന്നേൽപ്പിച്ച് തുള്ളിച്ചാടി നടത്തുമാറാക്കി. രക്തസ്രാവക്കാരി സ്ത്രീ, മരിച്ചവരായ ലാസർ തുടങ്ങിയുള്ള പ്രിയപ്പെട്ടവർക്ക് വിടുതലും വീണ്ടും ജനനവും കർത്താവ് നൽകിക്കൊടുത്തു എന്ന സുവിശേഷങ്ങളിൽ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ 3.5 വർഷങ്ങൾക്കുള്ളിൽ കർത്താവ് ഈ ഭൂമിയിൽ പാലസ്തീൻ്റെ നാടുകളിൽ കർത്താവ് ചെയ്തത് നമുക്ക് വേദപുസ്തകത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷത്തിനകത്ത് 3.5 വർഷത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുമ്പോൾ യേശു കർത്താവ് ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരുമായി പോകുന്ന വഴിയിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പോകുക. എവിടെ പോകുവാൻ? അക്കരയ്ക്ക് പോകുവാൻ. 22-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, 14:22. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞ് അയക്കുന്നതിന് ഇടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തന്റെ മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു. പുരുഷാരത്തെ പറഞ്ഞ് അയക്കുന്നതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞ് നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു ഗിരിപ്രഭാഷണം നടത്തുകയാണ്. മലമ്പുകളിലെ പ്രഭാഷണം നടത്തുകയാണ്. 3 ദിവസമാണ് പ്രഭാഷണത്തിൻ്റെ ടൈം എന്ന് പറയുന്നത്. രാവിലെയും വൈകിട്ടും ഒന്നല്ല, നോൺ സ്റ്റോപ്പായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ഇത് കേൾക്കുവാൻ ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. 5000-ലധികം പുരുഷന്മാർ, അവരുടെ കുടുംബമൊക്കെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവസാനം യേശു കർത്താവ് പറഞ്ഞ പദമുണ്ട്, അവർക്ക് വഴിയിൽ വെച്ച് ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന് അവർക്ക് തിന്മാൻ കൊടുപ്പീൻ. ശിഷ്യന്മാർ പറഞ്ഞു, ഇത്രയും പേർക്ക് ഈ മരുഭൂമിയിൽ എവിടുന്ന് ആഹാരം കൊടുക്കുവാനാ? ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള പണമൊന്നുമില്ല. 30 വെള്ളിക്കാശ് കൊണ്ടോ 300 കാശ് കൊണ്ടോ ഒന്നും ഈ കാശ് 300 വെള്ളിക്കാശ് കൊണ്ടൊന്നും അപ്പം കൊടുക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു ബാലകൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. ബാലകൻ്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു അത് കയ്യിൽ വാങ്ങി ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച്, എൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു വിടുകയാണ്. ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് ജനത്തിന് കൊടുപ്പീൻ. കൊടുക്കുന്നതിന് മുമ്പ് പന്തിയായിട്ട് ഇരുത്തി കൊടുക്കണം. സ്തോത്രം. വചനം കേൾക്കാൻ വേണ്ടി 3 ദിവസം ശുശ്രൂഷ അനുഭവിച്ച ഈ പുരുഷാരം പല നിലയിലാണ് അവിടെ ഇരുന്നത്. എന്നാൽ വീതിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞ് അവരെ പന്തിയായിട്ടിരുത്തുക. ഇരിക്കേണ്ടതുപോലെ നമ്മൾ ഇരിക്കാൻ റെഡിയാണെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവം മതിയായവനാണ്. ദൈവസന്നിധി ഇരിക്കേണ്ടതുപോലെ നാം എന്ത് ചെയ്യണം? ഇരിക്കണം.
ദൈവസ്ഥലത്ത് ഇരിക്കുന്നതിന് ഇരിപ്പിനൊരു ഓർഡറുണ്ട്. അങ്ങനെ ദൈവം കർത്താവായ യേശു പറയുകയാണ് അവരെ പന്തിയായി ഇരുത്തുവാൻ. അങ്ങനെ അവരെ പന്തിയായി ഇരുത്തിയപ്പോൾ യേശു അപ്പം എടുത്തു, 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി അത് പ്രാർത്ഥിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ കൈ കൊടുത്തു. വേദപുസ്തകം വായിക്കുന്നു, 5 അപ്പവും 2 മീനും പുരുഷാരത്തിന് കൊടുത്തതിന് ശേഷം 12 കൊട്ട എന്ത് ചെയ്തു? ആമെ തിന്ന് തൃപ്തരായ ശേഷം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, എല്ലാവരും തിന്ന് തൃപ്തരായി. എല്ലാവരും തിന്ന് തൃപ്തരായി എന്ന് പറഞ്ഞാൽ കൂടി വന്ന സകല മക്കളും, കുഞ്ഞു കുട്ടികൾ, ആബാലവൃദ്ധം മുഴുവനും ഈ അപ്പം തിന്നു. അവിടെ എഴുതിയിരിക്കും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. ആമേൻ. നോക്കുക, 12 കൊട്ട നിറച്ചെടുത്തു. എത്ര ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു? 12 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 12 പേർക്ക് എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഓരോ കൊട്ടയും കൊടുത്ത് കർത്താവ് വിടുകയാണ്. ആ പോകുന്ന പോക്കിൽ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ യേശു പിന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തനിച്ചക്കരയ്ക്ക് പോകുക, തനിച്ചക്കരയ്ക്ക് പോകുക. അർത്ഥം എന്താ? ഞാൻ ഇനി നിങ്ങളുടെ കൂടെ അല്പമണിക്കൂറുകൾ ഇല്ല, നിങ്ങൾ തനിച്ചു പോകണം. എവിടെയാണ് നിങ്ങൾ പോകേണ്ടത്? അക്കരയ്ക്ക് പോകണം. എന്നാൽ യേശുവിൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ പടകെടുത്ത് അക്കരയ്ക്ക് പോകുന്നു. യേശുവോ അവിടം വിട്ട് മലയിൽ കയറി പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്നു. പക്ഷെ അർദ്ധരാത്രി ആയപ്പോൾ യേശുവിന് മനസ്സിലായി തൻ്റെ മക്കൾ ഒരു വലിയ പ്രതിസന്ധിക്കകത്തകപ്പെട്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു ദൂത് ഇന്ന് പകൽ ഞാൻ പറയാനുള്ളത്. അർദ്ധരാത്രി ആയപ്പോൾ യേശു കർത്താവിന് മനസ്സിലായി തൻ്റെ മക്കൾ ഒരു പ്രതിസന്ധിക്കകത്തകപ്പെടുകയാണ്. എന്നാൽ വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്ന് പടകോ കരവിട്ട് പല നാഴിക ദൂരത്ത് കാറ്റ് പ്രതികൂലമാകും കൊണ്ട് തിരമാലകൾ വലഞ്ഞിരുന്നു. രാത്രി 4-ാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. എവിടെയാ യേശു കർത്താവ് വന്നത്? കാറ്റ് പ്രതികൂലമായി എടുത്ത്, കടൽ പ്രതികൂലമായി എടുത്ത് യേശു 4-ാമത്തിൽ കാറ്റിനെയും കടലിനെയും വേദിച്ചുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വരികയാണ്. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ദൂത് പറയാം, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, കാറ്റിന് സമമായ, കടലിന് സമമായ പ്രതികൂലങ്ങൾ നിനക്ക് നേരെ, നിന്റെ പടകിന് നേരെ, നിന്റെ വീടിന് നേരെ, നിന്റെ ശരീരത്തിന് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ആ 4-ാമത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേരുണ്ടെന്ന് പകല്? എത്ര പേരുണ്ടെന്ന് പകല്? വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഒരു 4-ാമത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരം, ഒരു 4-ാമത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ, ഇന്ന് ആരാധനയ്ക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തോട് ഞാൻ പറയാ, നിനക്ക് വേണ്ടി വെളിപ്പെടുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം പറയുക, വാക്യം ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ആമേ, ധൈര്യപ്പെട്ടിരിക്കുക, പേടിക്കേണ്ട. ഇന്ന് പകൽക്കാലം ഭയപ്പെടേണ്ട എന്ന് പറയുന്നവൻ, ധൈര്യപ്പെട്ടിരിക്കാൻ പറയുന്നവൻ, പേടിക്കേണ്ട എന്ന് പറയുന്നവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പോകുക. യേശു ആമെ പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ ആമെ കയറിപ്പോയി. പ്രതികൂലം ആഞ്ഞടിച്ചു. അവരുടെ പടക് കാറ്റുകൊണ്ട് അലയാൻ തുടങ്ങി. അതങ്ങനെ ഓളം തന്നെ തുടങ്ങി. ആമെ തിരമാല പ്രതികൂലമായി, കടൽ പ്രതികൂലമായി. ആ സാഹചര്യത്തിൽ അവർക്ക് മനസ്സിലായി, ഈ കപ്പൽ മുങ്ങും, ഈ കപ്പൽ മുങ്ങും, ഈ കപ്പലിൽ വെള്ളം കയറും, ഈ കപ്പലിൽ വെള്ളം കയറി മുങ്ങിയാൽ നമ്മളെല്ലാം ഈ വെള്ളത്തിൽ വീഴും. അവരാകെ ഭയന്നിരിക്കുമ്പോഴാണ് യേശു രാത്രിയിലെ 4-ാമത്തിൽ അവനെ കടലിന്മേൽ നടന്ന്. എവിടെ നടന്ന്? ഒന്ന് പറഞ്ഞ്, എവിടെ നടന്ന്? കടലിന്മേൽ നടന്ന. അർത്ഥം ഞാൻ പറയാം, കേട്ടോണോ? നിനക്ക് പ്രതികൂലമായ വിഷയത്തിൻ്റെ മേൽ എൻ്റെ കർത്താവ് നടക്കാൻ പോകുകയാണ്. നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന വിഷയത്തിൻ്റെ മേൽ എൻ്റെ കർത്താവ് കാലു വയ്ക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ ആലയത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവി പറയാ, നിൻ്റെ മീതെ, തലയ്ക്ക് മീതെ ഓളം പോലെ പൊങ്ങി വരുന്ന, ഇളകി മറിയുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ നീ ഏകനായി കഴിയുമ്പോൾ അതിൻ്റെ മീതെ കർത്താവ് കാലു വെച്ച് ചവിട്ടി നടക്കുന്ന പകല് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യ.
ദൈവം ആ വിഷയത്തെ ചവിട്ടുമെന്ന്. ഇന്നു പകൽ നിനക്ക് വിരോധമായ വിഷയത്തെ കർത്താവ് ചവിട്ടുമെന്ന്. നിന്റെ കുടുംബത്തിന് വിരോധമായ വിഷയത്തെ കർത്താവ് ചവിട്ടുമെന്ന്. നിന്റെ പടകിനെ മുക്കാൻ നോക്കുന്ന, കലി തുള്ളി നിൽക്കുന്ന കടലിനെ യേശു ചവിട്ടുമെന്ന് ഇന്നു പകൽ വിശ്വസിക്ക്. ഈ ആഴ്ച നിങ്ങളത് കാണാൻ പോകുക, നിങ്ങളുടെ കുടുംബത്തിൽ അത് അനുഭവിക്കാൻ പോകുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളത് തിരിച്ചറിയാൻ പോകുക, നിങ്ങളുടെ മിനിസ്ട്രിയിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി മണ്ഡലത്തിൽ അത് വെളിപ്പെടുന്ന പകലെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയോ? ഈ ആഴ്ച നിങ്ങളെ മുക്കാൻ നോക്കിയ, നിങ്ങളെ പകർക്കാൻ നോക്കിയ കടല് സമമായ വിഷയത്തിൻ്റെ മേൽ യേശു ചവിട്ടിയാൽ അത് അമരുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്യുക. യേശു വിഷയത്തിൻ്റെ മേൽ ചവിട്ടിയാൽ ആ വിഷയം പരാജയപ്പെടുകയോ ഇന്ന് പകൽക്കാലം മുക്കിക്കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. രാത്രിയുടെ 4-ാം യാമമാ, ആരും കൂടെ ഇല്ലാത്ത സമയമാ. 4-ാം യാമത്തിൽ ആരും കൂടെ കാണത്തില്ല. ഭാര്യ കാണത്തില്ല, ഭർത്താവ് കാണത്തില്ല, മക്കൾ കാണത്തില്ല, കൂട്ടുകാർ കാണത്തില്ല, ഓഫീസേഴ്സ് കാണത്തില്ല, സഭക്കാർ കാണത്തില്ല, പാസ്റ്റർ കാണത്തില്ല, വിശ്വാസികൾ കാണത്തില്ല. 4-ാം യാമത്തിൽ നീ ഒറ്റയ്ക്ക. പക്ഷെ ഇന്ന് പകൽ ആ 4-ാം യാമത്തിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു കരമുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അർദ്ധരാത്രിയുടെ 4-ാം യാമത്തിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭർത്താവിൻ്റെ ജോലിക്ക് വേണ്ടി, രാത്രിയുടെ 4-ാം യാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ വെളിപ്പെടുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക. എല്ലാ വഴികളും പ്രതികൂലമാകുമ്പോൾ തകർന്നു പോകാൻ അനുവദിക്കാതെ, തകർത്ത് കളയാൻ അനുവദിക്കാതെ ചേർത്ത് നിർത്തുന്ന, കൂടെ നിർത്തുന്നൊരു ദൈവമുണ്ട്. ആ കർത്താവ് പറയുകയാണ്, ഉടനെ യേശു അവരോട് പറയുക, ധൈര്യപ്പെടുവീൻ. ഹല്ലേലൂയ. എന്താ കർത്താവ് പറഞ്ഞേ? ധൈര്യപ്പെട. അതാ നമ്മൾ വായിച്ച കുറിവാക്യം. മനസ്സിലായോ? യേശു കർത്താവ് പറയുകയാണ്, ധൈര്യപ്പെട. അടുത്തെന്താണ്? ഹല്ലേലൂയ, ഞാൻ ആകുന്നു. യേശു പറയുകയാണ്, നിങ്ങൾ ധൈര്യപ്പെടും, ഞാൻ ആകുന്നു. പ്രത്യേകിച്ച് ഈ സമയം കൂടെ നിങ്ങൾ നോക്കണം. ഇത് 4-ാം യാമമാ, അർദ്ധരാത്രിയാ. നേരം വെളുക്കാൻ പോകുന്നതിൻ്റെ തൊട്ടു പുറകിലുള്ള സമയമാ 4-ാം യാമം. കൂരിടലിൻ്റെ താഴ്വരയാ. കടലെല്ലാം ശാന്തമായി കിടക്കുന്നു. ഇവിടെ കടലിളക്കി കിടക്കുകയാ. കടലിളകി കിടക്കുന്നു. കാറ്റ് താങ്ങാൻ പറ്റാത്ത നിലയിൽ പടകിൻ്റെ നേരെ ആഞ്ഞടിക്കുകയാണ്. ഇന്നത്തെ കപ്പൽ പോണക്കല്ല അന്നത്തെ കപ്പൽ. ഇന്നത്തെ കപ്പൽ എന്ന് പറയുന്നത് ആമഹലി എൻജിൻ വെച്ചുള്ള കപ്പലാണ്. അന്നത്തെ കപ്പൽ എന്ന് പറയുന്നത് എൻജിനൊന്നുമില്ല, പാ കെട്ടിയുള്ള കപ്പലുകളാണ്. നമ്മൾ വായിച്ചിട്ടില്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ പാക്കപ്പലുകൾ? കാറ്റിൻ്റെ ദിശ വെച്ച് പോകുന്ന കപ്പലുകൾ. കാറ്റാണ് ആ കപ്പലിനെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രതിസന്ധി, ആ കാറ്റ് പ്രതികൂലമാണ്. നിന്നെ നിയന്ത്രിക്കേണ്ട വിഷയം നിനക്ക് പ്രതികൂലമായാൽ, നിന്നെ വഴി നടത്തേണ്ട വിഷയം നിനക്കൊരു പ്രതികൂലമായാൽ, നിന്നെ സഹായിക്കേണ്ടവർ നിനക്ക് പ്രതികൂലമായാൽ, നിന്നെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കേണ്ടവർ നിനക്ക് പ്രതികൂലമായാൽ, ഇന്ന് പകൽ അതിനെ താങ്ങാൻ പറ്റത്തില്ല. നമ്മൾ തകർന്നു പോകും. ഇപ്പം ശിഷ്യന്മാർ തകർന്നു നിൽക്കുകയാണ്. കാറ്റാണ് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കേണ്ടത്, പക്ഷേ ആ കാറ്റ് പ്രതികൂലമായി നിൽക്കുകയാണ്. ചില സാഹചര്യങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? നമ്മൾക്ക് വേണ്ടി സഹായം നിൽക്കേണ്ടവർ നമുക്ക് പ്രതികൂലമായിട്ടില്ലേ? നമുക്ക് വേണ്ടി കൈത്താങ്ങേണ്ടവർ നമുക്ക് പ്രതികൂലമായിട്ടില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം അവരും നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന, ധൈര്യപ്പെടുവീൻ എന്ന് പറയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ധൈര്യപ്പെടുവീൻ എന്ന് പറയുവാൻ ഒരുവൻ നമ്മുടെ ഇടയിൽ ഇറങ്ങി വരികയാ. ഇന്ന് ഞായറാഴ്ച രാവിലെ പരിശുദ്ധാത്മാവേ, ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ്. കർത്താവ് നിങ്ങളോട് പറയുന്ന ധൈര്യപ്പെടാൻ. പാസ്റ്റർ അല്ല പറയുന്നേ, കർത്താവ് നിങ്ങളോട് പറയുക ധൈര്യപ്പെടാൻ. ഹല്ലേലൂയ. ആ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, രാത്രിയുടെ 4-ാം യാമത്തിൽ കാറ്റങ്ങോട്ട് പ്രതികൂലമായി കപ്പൽ അങ്ങോട്ട് ആടി ഉലയാൻ തുടങ്ങിയപ്പോൾ അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ആ 4-ാം യാമത്തിലെ കടലിൻ്റെ മീതെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മീതെ യേശു എന്ത് ചെയ്യുക? നടന്ന് അവരുടെ അടുക്ക ചെല്ലുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഭൂതമാണെന്നും പറഞ്ഞ് അവർ പേടിച്ചത്. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ.
ഇനി കടലിലെങ്ങും പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ മുറ്റത്തിറങ്ങുമ്പോൾ, നല്ല രാത്രിയിൽ വീടിന് മുറ്റത്തിറങ്ങുമ്പോൾ ആരെങ്കിലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്ന് നമ്മളൊന്ന് അമ്മ പേടിക്കും, വേണേ ഒന്ന് കാറുകയും കൂടെ ചെയ്യും. ഹല്ലേലൂയ. കാരണം നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, കടലിൻ്റെ ഉൾക്കടലാ, അതിൻ്റെ അകത്തളങ്ങൾ ഇരുട്ട് മാത്രമാ, ചുറ്റും വെട്ടമൊന്നുമില്ല, നാലായാമമാ, അർദ്ധരാത്രി കഴിഞ്ഞു വരുന്ന സമയമാ. അപ്പം നോക്കുക, ആ സമയത്ത് ഒരു വ്യക്തി ഇങ്ങനെ വെള്ളത്തിൻ്റെ മീതെ നടന്നു വരിക എന്ന് പറഞ്ഞാൽ ഇവർ ഭൂതമെന്ന് പറയുന്നതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. നമ്മളാണെങ്കിൽ നെഞ്ചും പൊട്ടിയോടെ ചത്തു വീണാനേ. സ്തോത്രം. എന്താ കാര്യം? ആമേൻ. എന്നാൽ യേശു കർത്താവ് വെള്ളത്തിൻ്റെ മീതെ ഇങ്ങനെ വന്നപ്പോൾ ഇവർ ഭൂതമാണെന്നും പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ, പിശാച് വരുന്നു എന്നും പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ യേശു കർത്താവ് പറയുക, ധൈര്യപ്പെട്, ഇത് ഞാനാകുന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറഞ്ഞ പദം കേട്ടോ, ഇത് ഞാൻ ആകുന്നു. ഇന്ന് പകൽ ശ്രദ്ധിക്കൂ, കർത്താവ് പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്തോത്ര. മോശ മുൾപടർപ്പിൻ്റെ മുമ്പിൽ ഭയന്ന് നിൽക്കുകയാണ്, മുള്ള് കത്തുന്നില്ല എന്ന, പക്ഷെ തീയ് മുള്ളിൻ്റെ മേലിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. മോശ പല തീയും കണ്ടിട്ടുണ്ട്. മിസ്രൈമിലെ കട്ടച്ചൂളയിലെ തീ മോശ കണ്ടിട്ടുണ്ട്. ആമേൻ. ഹോമം കഴിക്കുന്ന തീ കണ്ടിട്ടുണ്ട്. അവരുടെ കിച്ചണകത്തെ, മിസ്രൈമിലെ കൊട്ടാരത്തിലെ കിച്ചണകത്ത് ഭയങ്കരമായ തീ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ തീക്കകത്തൊക്കെ കണ്ടിട്ടുള്ളത് എന്തെങ്കിലും വീണാൽ ദഹിച്ചു പോകുന്ന തീയ. പക്ഷെ ഇപ്പോൾ ഹോരേബിൻ്റെ മലമുകളിൽ ആമേൻ ഹല്ലേലൂയ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മോശ നടക്കുമ്പോൾ മോശ കണ്ട തീയ് ദഹിപ്പിക്കുന്നില്ല, പക്ഷെ കത്തുന്ന തീയ്. എന്തെന്ന് കാണാൻ അടുത്തേക്ക് ചെന്ന് ഭയന്ന് നിൽക്കുമ്പോൾ മോശയോട് തീക്കകത്തുനിന്ന് പറഞ്ഞൊരു ദൈവശബ്ദമാണ്, മോശേ, ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാൻ ആകുന്നു. ഇന്ന് പകൽ അർത്ഥം എന്താ? ഹല്ലേലൂയ. നീ ചെല്ലുന്ന സാഹചര്യത്തിൽ ആമേൻ, ഞാനാകുന്നു നിന്റെ കൂടെ ഉള്ളത്. നീ ആരാകുന്നു യഹോവേ എന്ന് ചോദിക്കുമ്പോൾ നിനക്കിപ്പോൾ പിടികിട്ടത്തില്ല ഞാൻ ആരാകുന്നു എന്ന്. അതുകൊണ്ട് ഇത്രമാത്രം അറിഞ്ഞാൽ മതി, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നറിഞ്ഞാൽ മതി. കാരണം ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ ചെങ്കടൽ വരും. ആ ചെങ്കടലിന്റെ മുമ്പിൽ വഴി ഒരുക്കി വരുന്ന ദൈവം ഞാനാകുന്നു. അതിന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ ഹല്ലേലൂയ പാമ്പിൻ്റെ കടി കൊണ്ട് കുറേ പേര് മരിക്കും. ആ സമയത്ത് പിച്ചള സർപ്പത്തെ ഉയർത്തി നിർത്തും. ആ പിച്ചള സർപ്പത്തെ നോക്കുന്നവൻ, കടി കൊള്ളുന്നവൻ ചാവുകയില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എങ്കിൽ ഇന്ന് പകൽ ദൈവം ഏതോ സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇതാ ദൈവം പറയുകയാ, ഞാൻ ആകുന്നു, ഭയപ്പെടേണ്ട, ധൈര്യപ്പെട്ടിരിക്കുക. അർത്ഥം, ധൈര്യം ക്ഷയിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടോട് പറയാ, ചില സാഹചര്യങ്ങളിൽ ധൈര്യം ക്ഷയിച്ചു പോയിട്ടില്ലേ? ഒറ്റപ്പെട്ടു നിന്ന് കരഞ്ഞിട്ടില്ലേ? ബലമെല്ലാം ക്ഷയിച്ചു പോകുന്ന പോലെ ആരും സഹായമില്ലാതെ വരുമ്പോൾ അയ്യോ ഞാൻ തകർന്നോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന പോലെ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ? ദൈവം പോലും എന്നെ കൈവിട്ടോ, ഞാൻ തകർന്നു പോയോ, ഇനിയൊരു ഗതി ഉണ്ടാകില്ലേ, ഇനിയൊരു നന്മ വരത്തില്ലേ, ഇനി ജീവിതത്തിൽ വിശാലത ഉണ്ടാകില്ലേ? പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ? ധൈര്യം ക്ഷയിച്ചു പോയ സമയങ്ങൾ. എന്നാൽ ഇന്ന് പകൽ ആ ക്ഷയിച്ച ധൈര്യങ്ങളുടെ നടുവിൽ ധൈര്യം ക്ഷയിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന ചില മനസ്സുകളെ നോക്കി ഇന്ന് പകൽ കർത്താവ് പറയുക, ധൈര്യപ്പെട്. ഹല്ലേലൂയ. നിന്റെ മക്കളുടെ വിഷയത്തിൽ ധൈര്യപ്പെട്, നിന്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ ധൈര്യപ്പെട്, നിന്റെ ഭാര്യയുടെ വിഷയത്തിൽ ധൈര്യപ്പെട്, നിന്റെ ജോലിയുടെ വിഷയത്തിൽ ധൈര്യപ്പെട്. ചൂടാരാ കർത്താനാദാര. ഇന്ന് പകൽ എത്ര പേര് ഇന്ന് ഈ ദൂതൊന്ന് കേൾക്കോ? നീ ഭാരപ്പെടുന്നില്ല വിഷയങ്ങളുടെ മുഖത്ത് ദൈവാത്മാവ് ഇന്ന് പകൽ ചിലതിനെ തട്ടി വിളിച്ച് പറയുകയോ, ധൈര്യപ്പെട്, നിരാശപ്പെടേണ്ട, ഞാനാകുന്നു എന്ന് പറഞ്ഞ നിന്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ മതിയായവനാ, നിന്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ മതിയായവനാ. വിശ്വസി എത്ര പേരുണ്ട്? യേശു പറയുക, ധൈര്യപ്പെട്, ഞാനാകുന്നു എന്ന് പറഞ്ഞ നീ ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് തകർന്നു പോകുമ്പോൾ ക്ഷീണിച്ചു പോകാതെ കൈക്ക് പിടിക്കുന്നു, ഞാനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ ചേർന്ന കർത്താവിന് സ്തോത്രം ചെയ്യുക. ധൈര്യപ്പെടുക എന്ന വചനത്തിനകത്ത് വ്യക്തതയോടെ കാണുകയാണ്. 1-2 വേദവാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ച് ഇന്ന് രാവിലെ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം.
അവിടെ യേശു കർത്താവ് ധൈര്യപ്പെടാൻ പറഞ്ഞ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. വേഗത്തിൽ വായിച്ചാട്ടെ. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശു പറയാ, ഇത് നിങ്ങളോട് എന്ത് ചെയ്യുന്നു? സംസാരിച്ചിരിക്കുന്നു. ഈ ദൂത് എന്തിനാ? നിങ്ങൾക്ക് സമാധാനം. ഒരു സ്വത്രം പറയാമോ? ഈ വചനം കർത്താവ് എന്തിനാ തരുന്നത്? ധൈര്യപ്പെടുക, ഞാനാകുന്നു പറഞ്ഞ അർത്ഥം എന്താ? നിങ്ങൾക്ക് എന്തുണ്ടാകണം? സമാധാനമുണ്ടാകണം. സമാധാനം. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. ഈ സമാധാനം ലോകം തരുന്നത് പോലെ അല്ല. എൻ്റെ പിതാവ് എനിക്ക് തന്നത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? തരുന്നു. നിങ്ങൾ ഇന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മറ്റാരുടെങ്കിലും ആണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങോട്ട് പോയ വഴിക്ക് ആരോ ചുരുട്ടി ഓടിക്കളഞ്ഞത് എടുത്തിട്ടുണ്ട്, കഴുകി എടുത്തിട്ടുണ്ട് വന്നാണോ? അല്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാങ്ങിച്ചതാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ വാങ്ങിയതാ. നിങ്ങൾ ഇട്ടിരിക്കുന്നത് മറ്റൊരാൾ ഉപയോഗിച്ചതല്ല. ഒരുപക്ഷെ മറ്റൊരാൾ തന്നതായിരിക്കാം, മറ്റൊരാൾ ഉപയോഗിച്ചതല്ല. ആമേൻ. ഒരുപക്ഷെ മറ്റൊരാൾ വാങ്ങിത്തന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയതായിരിക്കാം, പക്ഷെ അവർ ഉപയോഗിച്ചതല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും ഫ്രഷാ. ഹല്ലേലൂയ. നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം എന്താ? ഒന്ന് പറഞ്ഞേ. അത് ഫ്രഷാണ്. ഹല്ലേലൂയ. അത് വേസ്റ്റ് അല്ല, സെക്കൻഡ് ഹാൻഡ് അല്ല. ദൈവം എന്തെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചാൽ അത് സെക്കൻഡ് ഹാൻഡ് കൊടുക്കുന്ന ആളല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവം നമുക്ക് ഫ്രഷ് തരും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞേ, ദൈവം നമുക്ക് എന്ത് തരും? ഫ്രഷ് തരും. സ്തോത്രം. ദൈവം നമുക്ക് എങ്ങനെ തരും? ഫ്രഷ് തരും. ഹല്ലേലൂയ. മറ്റൊരാൾ ഇട്ട് മുഷിഞ്ഞതല്ല നിനക്ക് ദൈവം തരുന്നേ. ഹല്ലേലൂയ. മറ്റൊരാൾക്ക് വേണ്ടാന്ന് വെക്കുന്ന അല്ല ദൈവം നിനക്ക് തരുന്നേ. ദൈവം നിനക്ക് തരുന്നത് ഫ്രഷ് ആയിരിക്കും. ഈ ആഴ്ച നീ അത് വാങ്ങിച്ചോണം. ഈ ആഴ്ച ദൈവം നിങ്ങൾക്ക് തരാൻ പോകുക. ഒരു വാഹനം ദൈവം തന്നാൽ ഫ്രഷ് തരണം. ഒരു വീട് തന്നാൽ അത് ഫ്രഷ് തരണം. മറ്റൊരാൾ താമസിച്ച് മുടിപ്പിച്ച് വെള്ളമടിച്ച് വിഗ്രഹത്തെ സേവിച്ച് നശിപ്പിച്ച് കളഞ്ഞതിനെ അല്ല നിനക്ക് ദൈവം തരാൻ പോകുന്നത്. നിനക്ക് വേണ്ടി ഫ്രഷായിട്ടൊണ്ണം തരാൻ പോകുക. ഹല്ലേലൂയ. ഇതാരോടുള്ള ദൈവിക ദൂതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ദൈവം ഒരു കസേരയിൽ ഇരുത്തിയാൽ അത് ഫ്രഷ് ആയിരിക്കും. മറ്റൊരാൾ ഇരുന്ന് പരാജയപ്പെട്ട് കടം കയറി മുടിഞ്ഞ ചെയറിലല്ല നിന്നെ ഇരുത്തുന്നത്. ആരും ഇരിക്കാത്ത ചില ചെയറിൽ ദൈവം നിന്നെ ഇരുത്തും. അത് ഫ്രഷ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആഹാരം കഴിച്ചവരാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് പകൽ ആഹാരം കഴിച്ച് വന്നവരുണ്ടാകാം, ഇന്നലെ രാത്രിയിൽ ആഹാരം കഴിച്ചവരാണ് നിങ്ങൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ കഴിച്ച ആഹാരം ആരെങ്കിലും എടുത്ത് കളഞ്ഞ ആഹാരം എടുത്താണോ നിങ്ങൾ കഴിച്ചത്? അല്ല. നിങ്ങൾ കഴിച്ചത് നിങ്ങൾക്കായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ആഹാരമല്ലേ? ഹല്ലേലൂയ. ഫ്രഷായ ആഹാരമല്ലേ നിങ്ങൾ കഴിച്ചത്? മറ്റൊരാൾ കളഞ്ഞ് വേസ്റ്റ് എടുത്ത് തിന്നിട്ടല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെങ്കിൽ ഫ്രഷായ ആഹാരം തന്ന ദൈവം, ഫ്രഷായ വസ്ത്രം തന്ന ദൈവം, ഫ്രഷായ വീട് തന്ന ദൈവം, ഫ്രഷായ വാഹനം തന്ന ദൈവം, ഫ്രഷായ ആരോഗ്യം തന്ന ദൈവം. ഇവിടെ ഇതാ പറയുന്നു, സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഞാൻ തരാൻ പോകുന്നു. എന്ത്? എൻ്റെ സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എല്ലാം ഫ്രഷ് തന്നിട്ട് യേശു പറയുക, ഈ സമാധാനം എൻ്റേതല്ല, ഇത് ഞാൻ ഉപയോഗിച്ചതാ, ഇതെൻ്റെ പിതാവ് എനിക്ക് തന്നതാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3.5 വർഷം ഞാനിത് കൊണ്ട് നടന്നതാ. ഇത് ഞാൻ കൊണ്ടുപോകല്ല, നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു ഉപയോഗിച്ച സമാധാനമാണ് നീ ഇന്ന് പകൽ ഉപയോഗിക്കുന്നെന്ന് തിരിച്ചറിയുന്ന ദൈവജനം എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുക? നീ അനുഭവിക്കുന്ന സമാധാനം യേശു ഉപയോഗിച്ചതാ. ഹല്ലേലൂയ. യേശു എവിടൊക്കെയാ സമാധാനം ഉപയോഗിച്ച്? കൂടിരുന്ന് അപ്പം തിന്ന് വീഞ്ഞ് കഴിച്ചിട്ട് ഇറങ്ങിപ്പോയി ഒരു ചുംബനം കൊണ്ട് യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോൾ കുഞ്ഞേ എന്ന് വിളിച്ച സമാധാനം. 3.5 വർഷം കൂടെ നടന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ കൂടെണ്ടെന്ന് പറഞ്ഞ പത്രോസ് ഒരു അരണ്ട വെളിച്ചത്തിൽ, ഒരു തീപ്പെട്ടി പന്തത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പടയാളുടെ കാത് അറുത്തിട്ടിട്ട് പോയിട്ട് അറിയുന്നില്ലെന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞെങ്കിലും അവനെ തേടിയെത്തിയ കുഞ്ഞേന്ന് വിളിച്ച സമാധാനം. ആ സമാധാനം കിട്ടിയാൽ ഇച്ചിരി നല്ല കാര്യമാണ്. ദൈവസന്നിധി നോക്കുക, പത്രോസ് അറിയുന്നില്ലെന്ന് 3 പ്രാവശ്യം ആണയിട്ട് പറഞ്ഞു അവനെ അറിയുന്നില്ലെന്ന്.
പക്ഷേ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവിടെ ചെന്നിട്ട്, കുഞ്ഞേ, ഇവയിലധികമായി നീ എന്നെ വൈകിക്കേ. ഇവൻ എന്തോ പറഞ്ഞിട്ടാ പോയെ? ഇവനെ ഞാൻ അങ്ങൊരാളെ എനിക്ക് അറിയത്തുപോലുമില്ല. യേശു കർത്താവ് മുമ്പേ പ്രവചിച്ചു, കോഴി 3 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ എന്ത് ചെയ്യും? തള്ളിപ്പറയും. പക്ഷെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം പടയാളിയുടെ മുമ്പിൽ, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ, ഒരു പുരുഷൻ്റെ മുമ്പിൽ തള്ളിപ്പറഞ്ഞു. എന്നാലും യേശു അവിടെ ചെന്ന്, കുഞ്ഞേ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ ചോദിച്ചത് അവൻ്റെ അകത്ത് കിടന്ന സമാധാനമാണ്. അല്ലെങ്കിൽ ഞാൻ തെളിവ് പറയാം, നിങ്ങളെ ആരെങ്കിലും ദ്രോഹിച്ചാൽ, നിങ്ങളെ ആരെങ്കിലും ഇതുകൊണ്ടൊക്കെ അറിയുന്നില്ലെന്ന് പറഞ്ഞ്, നിങ്ങൾ കൊണ്ടു നടന്നൊരു വ്യക്തി നിങ്ങളെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചാൽ, പിന്നെ നിങ്ങൾ അവരുടെ വീട്ടിൽ പോവോ? നിങ്ങൾ അവരുടെ അടുക്ക ചെല്ലുമോ? ഞാൻ അവരുടെ കുഞ്ഞേന്ന് ഞാൻ വിളിക്കുമോ? പഴയതുപോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ യേശുവിനെ നോക്കിക്കേ, 3.5 വർഷം കൊണ്ടു നടന്ന പത്രോസ് തള്ളിപ്പറഞ്ഞു പോയെങ്കിലും അവൻ്റെ അടുക്ക ചെന്ന് കുഞ്ഞേന്ന് വിളിച്ചത് ദൈവം അവൻ്റെ ഉള്ളിലിട്ട സമാധാനമാണ്. ഇന്ന് രാവിലെ നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്ന സമാധാനം ശത്രുക്കളെ സ്നേഹിക്കാനുള്ള സമാധാനമാണ്. കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? യേശുവിൻ്റെ സന്നിധി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഈ സമാധാനം ചെറുതല്ല പ്രിയരേ. നമുക്ക് വേണ്ടി ദൈവം തന്നത് ആരെങ്കിലും നമുക്കെതിരെ ഭാരമാകും, പാരയാകുമ്പോൾ, വേദനയാകുമ്പോൾ, തകർച്ചയാകുമ്പോൾ അവരെ സ്നേഹിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാനുള്ള ദൈവിക സമാധാനം, ഈ സമാധാനം നമ്മുടെ ഉള്ളിലിട്ടിരിക്കുമ്പോൾ വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. യേശു 3.5 വർഷം ഉപയോഗിച്ചതാണ് അത് നമുക്ക് തന്നത്. യേശു മറ്റൊന്നും രണ്ടാമത് തന്നിട്ടില്ല, സെക്കൻഡ് ഹാൻഡ് തന്നിട്ടില്ല. യേശു സമാധാനം മാത്രം ദൈവം നമുക്ക് തന്നു. കാരണം താൻ ഉപയോഗിച്ച സമാധാനമാണ്. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്. ആ വാക്യം വായിച്ച് 16, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ വാക്ക് നിന്നോട് എന്ത് ചെയ്യുന്നു? സംസാരിച്ചിരിക്കുന്നു. എത്രയ്ക്ക് സന്തോഷമുണ്ട്. ഈ വാക്ക് എന്തിനാ? നിങ്ങൾക്ക് സമാധാനമുണ്ടാകാൻ. അടുത്തത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. യേശു കർത്താവ് പറയുകയാണ്, ധൈര്യപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. ഈ ലോകത്തിൽ എന്തുണ്ട്? ഈ ലോകത്തിൽ എന്തുണ്ട്? എന്തുണ്ട് എൻ്റെ? ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. ഈ ലോകത്തിൽ അതേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്ന് കഷ്ടം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുദ്ധ അബുദ്ധമാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഇതേ ഉള്ളൂ, കഷ്ടതേ ഉള്ളൂ. ചിലപ്പോൾ 10 ദിവസം ഉപവസിച്ച്, 20 ദിവസം ഉപവസിച്ച് ഒക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഒന്ന് അയവൊക്കെ വന്നേക്കാം. പക്ഷെ പിന്നെ ഈ സാധനം കയറി എന്ത് ചെയ്യും? കാരണം ഈ ലോകത്തിൻ്റെ ഒരു ആ സിസ്റ്റമാറ്റിക് രീതി അതാ. ഈ ലോകം കഷ്ടം നിറഞ്ഞിരിക്കുക. കാരണം ഈ ഭൂമിയെ ദൈവം ശപിച്ചതാ. ഈ ഭൂമിയെ ദൈവം ശപിച്ചതാ. മുമ്പ് മുള്ളും പറക്കാരെ ഒന്നും ഇല്ലായിരുന്നു. ദൈവം ശപിച്ചതിന് ശേഷമായി മുള്ളും പറക്കാരെയൊക്കെ വന്നത്. പക്ഷേ ആ മുള്ള കർത്താവിൻ്റെ തലയിൽ ചുറ്റിയത്, ആ മുള്ളിനെ കർത്താവ് വഹിച്ചു. അതുകൊണ്ട് കർത്താവ് പറയും, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഇത് ഞാൻ പറഞ്ഞതല്ല, ഏതെങ്കിലും അപ്പോസ്തലന്മാർ പറഞ്ഞതല്ല, യേശു തന്നെ നേരിട്ട് പറഞ്ഞതാ. നിങ്ങൾക്കെന്തുണ്ട്? ഹലോ, ഹല്ലേലൂയ. മീഡിയ കേൾക്കുന്നവരെ, ആലയത്തിലിരിക്കുന്നവരെ, ലോകത്തിൽ നമുക്കെന്തുണ്ട്? കഷ്ടമുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞൊരു വാക്കാണ് നമ്മുടെ ബലം. എങ്കിലും, ആ പദം നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്കിലും. ഒന്ന് പറഞ്ഞേ, എങ്കിലും. ആ പദത്തെ വിശ്വസിക്കണം. എങ്കിലും ധൈര്യപ്പെടുവീൻ. ഇവിടെ വായിച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, ഞാൻ ആകുന്നു എന്ന് ഈ കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചു. പേടിച്ചു നിൽക്കുന്ന ശിഷ്യന്മാരെ കണ്ടിട്ട്, ആ പേടിച്ചു നിൽക്കുന്ന ശിഷ്യന്മാരുടെ അവസ്ഥ കണ്ടിട്ട്, 4-ാമത്തിൽ യേശു കടലിൻ്റെ മീതെ നടന്നിട്ട് അവരെ കണ്ടിട്ട്, യേശുവിനെ കണ്ടിട്ട്, ഇവന്മാരെല്ലാം കൂടെ ഭൂതം വരുന്നു പറഞ്ഞ് നിലവിളിച്ചപ്പോൾ യേശു പറയാ, ധൈര്യപ്പെട് കുഞ്ഞെ, ധൈര്യപ്പെട്, ഞാനാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ യോഹന്നാൻ 16:31 പറയുകയാ, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്?
ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, പക്ഷേ യേശു കർത്താവ് തിരുമായി മൊഴി പറഞ്ഞ് നമ്മോട് പറയുക, എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടണം. ആ പദത്തെ നിങ്ങൾ സ്തോത്രം പറഞ്ഞ് കരമുയർത്തി ധൈര്യപ്പെടണം. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലയത്തിലിരിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, ആമേ കുഞ്ഞുങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ആമേ സൂമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഈ ദൂത് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ലോകം കഷ്ടതയുള്ള ലോകമാ, ഈ ലോകം ബന്ധനമുള്ള ലോകമാ, ഈ ലോകം തകർച്ചയുടെ ലോകമാ, ഈ ലോകം പരിഹാസമുള്ള ലോകമാ, ഈ ലോകം നിന്ദയുള്ള ലോകമാ, ഈ ലോകം പാരയും കൊള്ളിയും വെക്കുന്ന ലോകമാ. പക്ഷെ ഒരു ദൈവത്തിലുണ്ട്. കർത്താവ് പറയുന്നു, നിങ്ങൾ ധൈര്യപ്പെട്, ഞാൻ ഈ ലോകത്തെ ജയിച്ചവനാ. ഞാൻ ഈ ലോകത്തെ ജയിച്ചവനാ. ഇന്ന് പകൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയോ? ഇന്ന് പകൽ പ്രതിസന്ധിയെ കണ്ടിട്ട് കർത്താവിനോട് പറ, കർത്താവ് എനിക്ക് പ്രതിസന്ധി ഉണ്ട്. അല്ല, അങ്ങനെയല്ല പറയണ്ടേ. ആമേൻ. നീ പ്രതിസന്ധിയെ കണ്ട് പറ, എനിക്കൊരു കർത്താവുണ്ട്. ആ കർത്താവ് ഈ ലോകത്തെ ജയിച്ചവനാ, ഈ ബന്ധനത്തെ ജയിച്ചവനാ. അതുകൊണ്ട് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ധൈര്യപ്പെടാ. ഞാൻ അതുകൊണ്ട് ക്ഷീണിക്കുന്നില്ല. ഞാനതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ആൻറ്റി ക്ഷീണിക്കുന്നില്ല. ഞാനതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ക്ഷീണിക്കുന്നില്ല. കാരണം എന്നോട് എൻ്റെ അപ്പ പറഞ്ഞിട്ടുണ്ട്, നീ ധൈര്യപ്പെടാ. ഹല്ലേലൂയ. എൻ്റെ കഷ്ടത നടുവിൽ എൻ്റെ അമ്മ പറഞ്ഞില്ല ധൈര്യപ്പെടാ, അപ്പൻ പറഞ്ഞില്ല ധൈര്യപ്പെടാ, സഹോദരങ്ങൾ പറഞ്ഞില്ല ധൈര്യപ്പെടാ. അവരൊക്കെ കഷ്ടത നടുവിൽ ഓടിപ്പോയതേ ഉള്ളൂ. പക്ഷേ എൻ്റെ അപ്പ എന്ന് പറയുകയാ, ധൈര്യപ്പെട്, ഞാൻ ഈ ലോകത്തെ ജയിച്ചതാ. അർത്ഥം, ഞാൻ ഈ കഷ്ടത ജയിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ ഈ വിഷയത്തിൽ ജയിച്ചതാണെങ്കിൽ ഇന്ന് പകൽ എനിക്കും ജയമുണ്ട്. കാരണം ഞാൻ അവൻ്റെ പ്രിയ മകനാണ്. ഇന്ന് പകൽ എത്ര പേര് കരമടിച്ച് ദൂതിനെ സ്വീകരിക്കുക? ഞാൻ അവൻ്റെ പ്രിയ മകനാ. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവൻ്റെ മകനാണെന്ന് ഉറപ്പുള്ള ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. നീ ഭാരപ്പെടേണ്ട, ധൈര്യമായിരിക്കെ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. അപ്പൊ നിങ്ങൾ ആ വാക്യം നോക്കിക്കേ. കുറിവാക്യത്തിൽ പറയുക, ധൈര്യപ്പെടുവീൻ, ഞാൻ ആകുന്നു. അങ്ങനല്ലേ കുറിവാക്യം? എന്താ വാക്യം? 27-ാം വാക്യം. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ. യേശു എന്താ പറഞ്ഞേ? ധൈര്യപ്പെടുവീൻ, ഞാൻ ആകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. നീ ആരാ? ഒരു ചോദ്യം. ഈ കടപ്പുറത്തൂടല്ല, കടലിൽ കൂടെ നടന്നു വരുന്ന യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ധൈര്യപ്പെടുവീൻ, ഞാൻ ആകുന്നു, പേടിക്കേണ്ട. നമ്മൾ തിരിച്ചു ചോദിക്കുക, ശിഷ്യന്മാർ ചോദിക്കുക, നീ ആരാകും? ആമേൻ. അതിൻ്റെ അർത്ഥം 33-ാമത്തെ വാക്യം 16-ാം അധ്യായത്തിൽ വായിച്ചത് യോഹന്നാനിൽ, ഞാൻ ലോകത്തെ, ഒരു സ്തോത്രം പറയാമോ? ഞാൻ ആരാകുന്നു? അത് യേശു ഒറ്റ വാക്യം പറഞ്ഞു, ധൈര്യപ്പെട്, ഈ കടലിനെ ജയിച്ചവനാ ഞാൻ, ഈ പ്രതിസന്ധിയെ ജയിച്ചവനാ ഞാൻ, ഈ തിരമാല ജയിച്ചവനാ ഞാൻ. ഇന്ന് പകൽ ചില തിരമാലയ്ക്ക് തുല്യമായ കടലിന് തുല്യമായ സമമായ ചില ഓളങ്ങളും തിരമാലകളും കൊടുങ്കാറ്റുകളും നിങ്ങൾക്ക് മീതെ ആഞ്ഞടിച്ച് നിങ്ങളെ മുക്കിക്കൊല്ലുവാൻ, മുക്കി വെള്ളത്തിലിട്ട് നശിപ്പിക്കുവാൻ നോക്കുന്നെങ്കിൽ യേശു ജയിച്ചവനായി പറയുക, ഞാൻ ഈ കടലിനെ ജയിച്ചവനാ, ഞാൻ ഈ കാറ്റിനെ ജയിച്ചവനാ. ഇന്ന് പകൽ നിങ്ങൾ ധൈര്യപ്പെട്. ആ വാക്കിനെ എത്ര വിശ്വസിക്കാൻ കഴിയോ? ധൈര്യപ്പെട്. ഇന്ന് പകൽ നിരാശപ്പെടല്ലേ. എൻ്റെ ഭാവി ഇങ്ങനായി, നിരാശപ്പെടേണ്ട. എൻ്റെ കുടുംബം ഇങ്ങനായി, നിരാശപ്പെടേണ്ട. ഭർത്താവിൻ്റെ അവസ്ഥ ഇങ്ങനെ, നിരാശപ്പെടേണ്ട. എൻ്റെ ജോലി ഇതാ, നിരാശപ്പെടേണ്ട. എൻ്റെ സാമ്പത്തിക ഭദ്രത ഇതാ, നിരാശപ്പെടേണ്ട. എൻ്റെ കർത്താവ് പറയും, ഞാൻ ആകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ആമേൻ. യേശുവിനോട് ചോദിക്കുക, ഹു ആർ യു എന്ന കർത്താവ് പറയുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചവനാ. ഇന്ന് പകൽ ലോകത്തെ ജയിച്ച കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയോ? എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കാൻ കഴിയോ? ഇന്ന് പകൽക്കാലം യേശു കർത്താവ് ഈ ലോകത്തെ ജയിച്ചവനാണെന്ന് ഉറപ്പു പ്രാപിച്ച ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. നീ കടന്നു പോകുന്ന സകല വിഷയത്തെയും യേശു ജയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്യ.
ഈ ഞായറാഴ്ച പകൽ ചിലതിനെ നോക്കി പരിശുദ്ധാത്മാവിന്റെ പ്രവചിക്കുകയാ. നീ കടന്നു പോകുന്ന വിഷയത്തെ ജയിച്ച ഒരു ജയാളിയുണ്ട്. നീ കടന്നു പോകുന്ന വിഷയത്തെ ജയിച്ച ഒരു ജയാളിയുണ്ട്. ആ കർത്താവിനെ കൂട്ടുപിടിച്ചോ. ഇന്ന് പകൽ സ്ഥിതികൾക്ക് വ്യത്യാസം ദൈവം വരുത്തുന്ന പകലാണെന്ന്. ഹല്ലേലൂയ. ആരൊക്കെ മാറിയാലും, ഏത് തിരമാല സമമായ വിഷയങ്ങളിൽ കൂടെ നീ കടന്നു പോയാലും, ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒന്നോർത്ത് നോക്കിക്കേ. തിരമാല തലയ്ക്ക് മിതി ആഞ്ഞടിച്ച് കാറ്റ് വലുതായി വീശുമ്പോ ശഖരദന, അതിനകത്ത് ഭയന്നിരിക്കുന്ന ചിലതിനെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ദൂത് കൈമാറുകയാ. ഭയപ്പെടേണ്ട, ഞാനാകുന്നു ഈ പ്രതിസന്ധിയെ ജയിച്ചവനാ ഞാന്. അത് പോരേച്ചാ. ഹല്ലേലൂയ. അത് പോരെ. ഇന്ന് രാവിലെ കർത്താവിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്ന കേട്ടോ. ഞാനല്ല ഇത് പറയുന്നേ, എന്നെ കൂടെ കർത്താവ് പറയിപ്പിക്കുക. ഹല്ലേലൂയ. ഒരോടക്കുഴൽ വായിക്കുന്നവൻ വായന ഹല്ലേലൂയ മോശമാണെങ്കിൽ കേൾക്കാൻ സുഖമില്ല. ഓടക്കുഴൽ എത്ര നല്ലതാണെങ്കിലും, ഓടക്കുഴലിന് വേണ്ട എത്ര ഹോള് വേണോ അത്രയും ഹോളുണ്ടെങ്കിലും, അത് ഭംഗിയുള്ളൊരു ഓടക്കുഴലാണെങ്കിലും വായിക്കാൻ അറിയാത്തവൻ വായിച്ചാൽ അത് കേൾക്കാൻ സുഖമില്ല. പക്ഷെ വായിക്കാൻ അറിയുന്നവൻ വായിച്ചാൽ അതിനത്രയും സൗന്ദര്യമുള്ള ഒരു ശബ്ദം വേറെയില്ല. ഈ സാധനമൊക്കെ മാറി നിൽക്കും. സ്തോത്രം. പക്ഷെ ദൈവം എന്നെ കൂടെ വായിക്കുക കേട്ടോ. ഇന്ന് പകൽക്കാലം ഒരു ഓടക്കുഴലായി ഇവിടെ ഞാൻ നിൽക്കുകയാ. കർത്താവ് പറയുന്നില്ലെങ്കിൽ ഒന്നും പറയാൻ എനിക്കറിയത്തില്ല. കർത്താവ് വായിക്കുന്നില്ലെങ്കിൽ ഒന്നും നിങ്ങൾ കേൾക്കുകയില്ല. പക്ഷേ ഇന്നു പകൽ കർത്താവ് ഏത് വ്യക്തികളെ നോക്കി ദൈവാത്മാവിൽ ഇന്നു പകൽ സഭയ്ക്കകത്തിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി കർത്താവ് ഇങ്ങനെ ദൂത് പറഞ്ഞു വിടുകയാ. ധൈര്യപ്പെടും, ഞാനാകുന്നു. ഞാൻ ആരാ? ഞാൻ ലോകത്തെ ജയിച്ചവനാ. ഇന്ന് പകൽക്കാലം ധൈര്യപ്പെടാൻ പറയുന്ന കർത്താവിൻ്റെ ശബ്ദം അത് നിങ്ങളോട് മാത്രമല്ല, എന്നോടും ദൈവാത്മാവ് പറയുന്നു. ധൈര്യപ്പെട്, ഞാൻ ലോകത്തെ ജയിച്ചവനാ. ഈ പ്രതിസന്ധികളെ ജയിച്ചവനാ. ഈ പ്രതികൂലത്തെ ഞാൻ ജയിച്ചവനാ. ഇന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഈ ആരാധന കഴിഞ്ഞ് ഇവിടെ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണോ, എൻ്റെ കർത്താവ് ജയിച്ചവനായതുകൊണ്ട് ഞാനും ആ വിഷയത്തെ ജയിക്കും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ആ വിഷയത്തെ ജയിച്ചവനായതുകൊണ്ട് ഞാനും ആ വിഷയത്തെ എന്ത് ചെയ്യും? ജയിക്കും. ഹല്ലേലൂയ. മോൻ പറയണോ, എൻ്റെ യേശുപ്പച്ച ജയിച്ചതായതുകൊണ്ട് ഞാനും ആ വിഷയത്തെ എന്ത് ചെയ്യും? നിനക്ക് പ്രയാസമുള്ള വിഷയം ഏതാ? മാത്സ് ആണോ? ആണോ? ആ വിഷയത്തെ നോക്കി ഇന്ന് പകൽ പറയണം, എൻ്റെ യേശുപ്പച്ച ജയിച്ചത് കൊണ്ട് ഞാൻ മാത്സിനെ എന്ത് ചെയ്യും? എനിക്കറിയാം നിനക്ക് മാത്സ് പ്രയാസമാണോ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവി പറയണോ, നിങ്ങളുടെ പ്രശ്നം എന്താ? കർത്താവിൻ്റെ മക്കളെ, നിങ്ങളെ പ്രശ്നത്തെ നോക്കി പറയണം, എൻ്റെ യേശുപ്പ ജയിച്ചതുകൊണ്ട് ഞാൻ അതിനെ ജയിക്കും. ഒരു ജോലി തടസ്സമാണോ? ഇന്ന് പകൽ പറയണം, എൻ്റെ യേശുപ്പ ജയിച്ചതുകൊണ്ട് ഞാൻ അതിനെ ജയിക്കുക. എൻ്റെ വഴി മുടക്കിയായി നിൽക്കുന്ന, എൻ്റെ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്ന, എൻ്റെ കുടുംബത്തിന് തടസ്സം നിൽക്കുന്ന, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് തടസ്സം നിൽക്കുന്ന, എൻ്റെ ഭവനത്തിൻ്റെ പണിക്ക് തടസ്സം നിൽക്കുന്ന, എൻ്റെ കുടുംബത്തിലെ സമാധാനത്തിന് തടസ്സം നിൽക്കുന്ന ശക്തിയെ ഞാൻ ഇന്ന് പകൽ നിന്നോട് പറയുന്നു, എൻ്റെ യേശു നിന്നെ ജയിച്ചതുകൊണ്ട് ഞാൻ ഇനി ഭാരപ്പെടുകയില്ല. എനിക്ക് അതിനകത്ത് തുള്ളിച്ചാടണമെന്നുണ്ട്. അത്രയ്ക്കൊരു ദൈവ സാന്നിധ്യം എൻ്റെ അകത്തിന്ന് പകൽ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ആത്മാവി പറയുകയോ, യേശു വിഷയത്തെ ജയിച്ചത് കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും.
പക്ഷെ എൻ്റെ കർത്താവ് ജയിച്ചവനാ. ദൈവം വെറുതെ വിടത്തില്ല. ഇവിടെ കൂത്തുകാഴ്ചയല്ല, ഡാൻസ് അല്ല നടക്കുന്നത്, ആരാധിക്കുക ജനം. ഇന്ന് പകൽ ആത്മാമണ്ഡലത്തിൽ ഞാൻ ദൂത് കൈമാറുകയാ. ലോകത്തെ ജയിച്ച യേശു ഉണ്ടെന്ന്. ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്ത് ഞാൻ ഇന്ന് ഏറ്റെടുക്കും. നിങ്ങൾക്കത് വിഷയമല്ലായിരിക്കും, പക്ഷേ ദൈവം എന്നോട് സംസാരിക്കുക. ശഖരാധാര ഹർത്തനാധാര വൈഡാരാജാന റീഗൽ ഘടക സംബന റബൽഷോസെ ഉടകരകന ഹർത്തനാറിഘടക. കാറ്റിന് സമമായ, തിരമാലയ്ക്ക് സമമായ, കൊടുങ്കാറ്റിന് സമമായ വിഷയങ്ങൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാവിലെ ഈ ആലയത്തിൽ കടന്നു വന്ന് ദൈവസന്നിധി കരഞ്ഞ് ദൈവത്തോട് മനസ്സോട് ചോദിച്ചു, ദൈവമേ എന്തുകൊണ്ടാ എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അകത്തിട്ടുന്ന ദൂതാണ്, ഞാൻ ഈ ലോകത്തെ ജയിച്ചവനാണെങ്കിൽ നീ ജയിക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ. ലോകത്തെ ജയിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ ആരുണ്ട്? ലോകത്തെ ആരുണ്ട് മോനെ? ലോകത്തെ ജയിച്ചവരുണ്ട്. ഒരു വാക്കിട്ട് വായിച്ചോ, ലൂക്കോസ് സുവിശേഷം 1:13 വാക്യം. ലൂക്കോസ് 1:13. ലൂക്കോസ് 1:13 വേഗത്തിൽ. ഹല്ലേലൂയ. ദൂതൻ അവനോട് പറഞ്ഞത്, ദൂതൻ സെക്കറിയാവിനോട് പറയുക, സെക്കറിയാവേ ഭയപ്പെടേണ്ട. ദൂതൻ പറയുക സെക്കറിയാവിനോട്, ഇന്ന് പകൽ ദൂതൻ ഇറങ്ങാൻ പോവാ കേട്ടോ. ദൂതൻ ഇറങ്ങും. ഈ ദൂതൻ എന്ന് പറയുന്ന സേവാത്മാക്കളാണ്. ആരുടെ? ദൈവത്തിൻ്റെ. നമുക്ക് മുമ്പേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൂതൻ്റെ പണി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തടസ്സങ്ങളെ നീക്കുന്ന ദൂതൻ്റെ പണി, നമ്മുടെ കൂടെ നിൽക്കുന്ന ദൂതൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ വാഹനത്തെ പോകുമ്പോൾ ദൂതൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്? നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഹല്ലേലൂയ ദൂതൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. റോഡിൻ്റെ സ്പീഡ് 80 ആണെങ്കിൽ 80 വരെ ദൂതൻ കാണും കൂടെ. 85 കയറി ചവിട്ടിയാൽ ദൂതൻ കാണത്തില്ല. ആ റോഡിൻ്റെ നിയമം 80. ഇവിടെ മല്ലപ്പള്ളി വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിലെ റോഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 80 ആണെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് 85 പോയാൽ ദൂതൻ എൻ്റെ കൂടെ കാണത്തില്ല. 85 പോയാൽ ദൂതൻ എന്നോട്, 81 പോയാൽ ദൂതൻ എന്നോട് കാണത്തില്ല. പക്ഷെ 80 വരെ പോയാൽ ആര് കൂടെ ഉണ്ടാവും? 80 പോകേണ്ട വണ്ടി 100 പോയിട്ട് കലങ്ങച്ച് നിടിച്ചാൽ ദൂതൻ നിരപരാധിയാ. പക്ഷെ 80 പോയിട്ട് കലങ്ങച്ച് നിടിച്ചാൽ ദൂതനെ ക്വസ്റ്റ്യൻ ചെയ്യാം, ദൂതനെ അറസ്റ്റ് ചെയ്യാം. കാരണം നമ്മളെ സൂക്ഷിക്കാൻ അങ്ങോട്ട് വിട്ടത്. വല്ല പിടികിട്ടിയോ? ഇവിടെ എന്താ വായിച്ച? സെക്കറിയാവിനോട് പറയുക, ദൂതൻ പറയുക, സെക്കറിയാവേ, ഇവിടെ ഇരിക്കുന്നവരെ വിളിച്ചിട്ട് സെക്കറിയാവിൻ്റെ പേരെഴുതിയെടുത്ത് നിങ്ങളുടെ പേരൊന്ന് എഴുതിക്കേ. ഓ സ്വത്ര, നിങ്ങളുടെ പേരൊന്ന് എഴുതിക്കേ, എന്നിട്ടൊന്ന് വായിച്ചേ. സെക്കറിയാവേ, എന്നെ ചെയ്യണ്ട, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. എന്താ കാര്യം? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഇത് ഞാൻ തല്ലിക്കൂട്ടിക്കൊണ്ട് വന്നതല്ല, ഇതിനകത്തുള്ളത് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്താ ചേച്ചാ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയാൻ കാര്യം എന്താ അറിയാമോ? പുള്ളി ആകപ്പാടെ പേടിച്ച് വരേണ്ട നിൽക്കുക സെക്കറിയാവ്. കൂറിൻ്റെ ക്രമപ്രകാരം ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവൻ തൻ്റെ കാലശേഷം തൻ്റെ മകനായിട്ടൊരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ 30 വയസ്സാകുമ്പോൾ അവൻ അടുത്ത ശുശ്രൂഷകനാകണം, പുരോഹിതനാകണം. അതാണ് പഴയ നിയമ പുരോഹിതന്മാർ.
പഴയ നിയമം, ഇന്നത്തെ പുരോഹിതന്മാരുടെ കാര്യമല്ല, പഴയ നിയമ പുരോഹിതൻ, വചനം പറയുന്ന പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ കൂറിൻ്റെ ക്രമപ്രകാരം ഒരു നിയമമുണ്ട്. ഈ കൂറിൻ്റെ ക്രമപ്രകാരം ഒരു പുരോഹിതൻ ഒരു ആൺകുഞ്ഞുണ്ടെങ്കിൽ ആൺകുഞ്ഞ് 30 വയസ്സാകുമ്പോൾ ആരാകണം? പുരോഹിതനാകണം. അത് കൂറിൻ്റെ നിയമമാണ്. ഇനി ഇവൻ പുരോഹിതനായില്ലെങ്കിൽ നാട്ടുകാർ പിടിച്ചിവനെ എന്താക്കും? ഹല്ലേലൂയ. വല്ലതും പിടി കിട്ടിയോ? ഈ പഴയ നിയമ പുരോഹിതന്മാരാണെന്നും പറഞ്ഞ് ഇന്നത്തെ കുറേ പുരോഹിതന്മാർ കണക്കുണ്ടല്ലോ. ഞാൻ പഴയ സാക്ഷാൽ പുരോഹിതന്മാരുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ സെക്കരിയാവ് ആരായിരുന്നു? ഒരു പുരോഹിതനായിരുന്നു. വയസ്സ് ചെന്നു, കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുക, മലയാളിയുടെ ഭാഷയെ പറഞ്ഞാൽ, എന്നിട്ട് ശുശ്രൂഷ ചെയ്യുക. ആ ശുശ്രൂഷ ചെയ്യുന്ന സമയം ഈ സെക്കരിയാവിനറിയാം, അടുത്ത 3 വർഷത്തിൻ്റെ ശുശ്രൂഷ ഞാൻ ഏറ്റെടുത്താൽ ഞാൻ 3 വർഷം എന്ത് ചെയ്യത്തില്ല, തേക്കത്തില്ല, എൻ്റെ സമയം ഏകദേശം ആയി. പക്ഷേ ഞാൻ ഈ ശുശ്രൂഷ ഇപ്പോൾ ഏറ്റെടുത്താൽ, ഞാൻ മരിച്ചാൽ എൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കാൻ എനിക്കൊരു അനന്തരാവകാശി വേണം. അതെനിക്കില്ല. എൻ്റെ കൂടെ വരണേ. എനിക്കെന്തോ വേണം? ഒരു അനന്തരാവകാശി വേണം ആ ശുശ്രൂഷ ഏറ്റെടുക്കാൻ. പക്ഷെ എനിക്കിപ്പോൾ എന്തില്ല? കാര്യം എലിസബത്ത് പ്രസവിച്ചിട്ടില്ല. സെക്കരിയാവിനും എലിസബത്തിൻ്റെ വീട്ടിൽ ആരില്ല? മക്കളില്ല. പക്ഷെ കൂറിൻ്റെ ക്രമപ്രകാരം അന്ന് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന 3 വർഷമാണ്. 3 വർഷമാണ് ഒരു പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്നത്. 3 വർഷമാണ്. 3 വർഷം കഴിയുമ്പോൾ ഈ ആലയവുമായി ബന്ധപ്പെട്ട ഒരു 10-18 പുരോഹിതന്മാർ ചിലപ്പോൾ കാണും. അവരിങ്ങനെ നിൽക്കുകയാണ്. 3 വർഷം കഴിയുമ്പോൾ ഈ 18 പുരോഹിതന്മാരെ അവരുടെ ഭാര്യമാരെയും പിടിച്ചിങ്ങനെ നിർത്തിയിട്ട് കൂറിൻ്റെ ക്രമപ്രകാരം ചീട്ടിടുമ്പോൾ പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന കാര്യം പറഞ്ഞത് കേട്ടോ. ഇന്നത്തോട് ഇലക്ഷൻ നടത്തി വോട്ട് പിടിച്ച് ഊമക്കത്തിറക്കി ബഹളം വെച്ചൊന്നും അല്ല. പണ്ട് ചീട്ടിടുകയാണ്. ചീട്ടിട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഒരുത്തൻ്റെ പേര് വീഴും. അങ്ങനെ പേരിട്ടപ്പോൾ ഇപ്പോൾ വീണത് ആരുടെ പേരാ? എലിസബത്തിൻ്റെയും സെക്കരിയാവിൻ്റെയും പേരാ. പേര് വീണപ്പോൾ പുരോഹിതൻ വിറച്ചു. കാരണം അവൻ അനന്തരാവകാശിയില്ല. പുരോഹിതൻ ശുശ്രൂഷ ഏറ്റെടുക്കാൻ മടി കാണിച്ചപ്പോൾ ദൈവം അവൻ പുരോഹിതനെ അകത്തു കൊണ്ടുപോയിട്ട് ഒരു ദൂത് പറഞ്ഞു. നിനക്ക് എന്താ കുഴപ്പം? അത് എനിക്ക് അനന്തരാവകാശിയായിട്ട് ഒരാളില്ല ശുശ്രൂഷ ഏറ്റെടുക്കാൻ. ദൈവം പറഞ്ഞു, ദൂതൻ പറഞ്ഞു, നിനക്കൊരു സന്തതി ഉണ്ടാകും. വിറച്ച് നിൽക്കുക. അമ്മച്ചിയുടെ ഗർഭപാത്രമൊക്കെ ഒട്ടി, രക്തധമനികളുടെ ഓട്ടങ്ങളൊക്കെ നനച്ചു തുടങ്ങി, തൊലിയൊക്കെ ചുളുങ്ങി, ചെറിയ കൂനൊക്കെ വന്നു തുടങ്ങി, അസ്ഥിയൊക്കെ തേഞ്ഞു തുടങ്ങി. ദൈവം പറയുക, ഒരു മകനെ പ്രസവിക്കുമെന്ന്. ഹല്ലേലൂയ. നമ്മളോടങ്ങാണ് ദൂത് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഗൂഗിൾ ചെയ്യും, പ്രസവിക്കാൻ പറ്റുമോ എന്ന്. ഗൂഗിൾ പറയില്ല. പക്ഷെ ഇവിടെ ദൈവം പറയുക പ്രസവിക്കുമെന്ന്. വിശ്വസിക്കാവോ? സംഭവിക്കും. നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ നിന്റെ വീട്ടിൽ ഉണ്ടാകും. നടക്കത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞത്, നടക്കത്തില്ലെന്ന് ലോകം പറഞ്ഞത്, നടക്കത്തില്ലെന്ന് മനുഷ്യർ പറഞ്ഞത് നിന്റെ വീട്ടിൽ സംഭവിക്കുമെന്ന്. ഭയപ്പെടേണ്ട, ഞാൻ ആ വിഷയത്തിൽ ജയിച്ചിരിക്കുന്നു. സെക്രട്ടറി കാര്യം പറഞ്ഞു, ഇനി നിനക്കൊരു സന്തതി ഉണ്ടാകാതെ നീ മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. അന്ന് മുതൽ അവൻ ആരായി? ഊമനായി മാറി. ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു തരാം. ഊമനായി മാറി ഊമനായിട്ട് ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എലിസബത്ത് പ്രസവിച്ചു. കൂറിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതന് ഒരു കുഞ്ഞുണ്ടായാൽ ആ പുരോഹിതന്റെ കുഞ്ഞിന് പേരിടേണ്ടത് പുരോഹിതന്റെ പേരായിടണ്ടേ. കൂറിന്റെ ക്രമപ്രകാരം ഞാൻ പുരോഹിതനായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ പേര് ഇടേണ്ടത് യോശുവ എന്ന് രൂഫോസ് എന്നൊന്നും അല്ല, എൻ്റെ പേരിടണം. അതുകൊണ്ടാണ് തോമസ് എന്ന് വായിക്കിട്ടില്ലേ? ഹല്ലേലൂയ.
അപ്പൊ സെഖര്യാവെന്ന് വേണം ഈ കൊച്ചിന്റെ പേരിടാൻ. അത് കൂറിന്റെ ക്രമം വർഷങ്ങളായി പാലിച്ചു വന്ന വിഷയത. കൂറിന്റെ ക്രമപ്രകാരം അപ്പന്റെ പേര് വേണം എന്തിനാൻ? ഈ മകനിടാൻ. പക്ഷെ ഇവന് സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ട് പേരിടുന്ന സമയം ഈ പുരോഹിതൻ കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് ചോദിച്ചു, എന്നാ പേരിടണം? പുരോഹിതനറിയാം സെഖര്യാവാന്ന് ഇടണ്ടേന്ന്. പള്ളി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം സെഖര്യാവാന്ന് ഇടേണ്ടതെന്ന്. അങ്ങനെ എല്ലാവർക്കും അറിയാം. പക്ഷെ സെഖര്യാവ് പറഞ്ഞു, ഒരു എഴുത്തുപലക കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം പറയാൻ വയ്യാമല്ലോ. എഴുത്തുപലക കൊണ്ടു കൊടുത്തു. എഴുത്തുപല എഴുതി കൊടുത്തു യോഹന്നാൻ. ക്രമം തെറ്റി. ക്രമം എന്ത് ചെയ്തു? തെറ്റി. അവിടെ ഒന്നാമത്തെ ക്രമം തെറ്റി. സെഖര്യാവിന് എലിസബത്ത് പറഞ്ഞു യോഹന്നാൻ എന്ന് പേരിടുക. പക്ഷെ ക്രമം തെറ്റി. സ്വർഗം അവനോട് പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കും. അവളോട് പറഞ്ഞു അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന്. ആ പേര് സ്വർഗം പറഞ്ഞ പേരിട്ടു. ഇനി അടുത്ത രസം, എപ്പോഴോ ഒരു സമയം അവനെ ദൂതൻ അവനെ കാട്ടിക്കൊണ്ടുപോയി. വായിച്ചിട്ടില്ലേ? യോഹന്നാൻ വളർന്നവൻ എവിടെയാ? കാട്ടിലെ കനികൾ ഭക്ഷിച്ച്, കാട്ടുതേൻ കുടിച്ച്, കാട്ടിലെ വെള്ളം കുടിച്ച്, ഒട്ടകരോമം കൊണ്ടുള്ളതായ തോലും അമ്മ ഉടുപ്പൊക്കെ ആക്കി ഒരു കാട്ടിൽ ജനിച്ചവൻ. എന്തിനാണെന്നറിയാമോ കാട്ടിൽ പോയേ? ഇത്രയും കേട്ടല്ലോ. എന്തിനാ കാട്ടിൽ പോയെന്നറിയാമോ? പോയതല്ല, ദൈവം അവനെ കൊണ്ടുപോയതാ. ദൈവം അവനെ കൊണ്ടുപോയതാ. എന്തിനാ കൊണ്ടുപോയേ? എടാ, ഒരു പുരോഹിതന്റെ കുഞ്ഞ് ജനിച്ച് അവൻ പിന്നെ കാട്ടിൽ പോയത് ഇതുപോണക്ക് നാണംകേട് വേറെ ഉണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്ന് വീരവാദം പറഞ്ഞ് പ്രസംഗിച്ചിട്ട് എൻ്റെ തലമുറ വഴിതെറ്റിപ്പോയ നിങ്ങൾ ചോദിക്കത്തില്ലേ, ഇത്രയും പ്രസംഗിച്ചിട്ട് കുഞ്ഞിനെ നോക്കാൻ പറ്റിയില്ലെന്ന് ചോദിക്കത്തില്ലേ? അല്ലേ? ഇവിടെ യോഹന്നാൻ ശുശ്രൂഷ സ്വന്തം കുഞ്ഞ് വീട്ടിലിരുന്ന് കാട്ടിലാണെന്ന് നോക്കുകുത്തിക്കാരുടെ മുമ്പിൽ അതൊരു പരാജയമാണ്. പക്ഷെ ദൈവം അവനെ കൊണ്ടുപോയതാ. എന്തിനറിയാമോ? ദൈവത്തിനറിയാം ഇവനെ ഇനി ഈ നാട്ടിൽ നിർത്തിയ 30 വയസ്സ് തികയുമ്പോൾ ഇവന്മാരെല്ലാം കൂടെ പിടിച്ച് ഇവനെ ആരാക്കും? കാരണം ദൈവം അത് നിർത്തി. വചനം പറയുന്നു, യേശു വന്നപ്പോൾ നിഴലെല്ലാം നിന്നു. മഹാപുരോഹിതനായി ക്രിസ്തു മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? കാട്ടിക്കൊണ്ടുപോയി. പക്ഷെ 30 വർഷം കഴിഞ്ഞപ്പോൾ മാനസാന്തരം പ്രസംഗിച്ച് അവൻ പുറത്തു വന്നു. 3000 പേരെ ഒറ്റ പ്രസംഗത്തിൽ യോഹന്നാൻ എന്ത് ചെയ്തു? മാനസാന്തര സ്നാനം കഴിപ്പിച്ചു. അടുത്ത വായിക്കുന്നു, 6 മാസം കഴിഞ്ഞപ്പോൾ യേശു ജനിച്ചു. യോഹന്നാനും യേശുവും തമ്മിലുള്ള ജനനത്തിൻ്റെ ഡേറ്റ് 6 മാസം ഡിഫറൻസേ ഉള്ളൂ. 6 മാസം കഴിഞ്ഞപ്പോൾ യേശു ജനിച്ചു. പക്ഷെ യോഹന്നാൻ പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ കാലിലെ ചെരുപ്പിൻ്റെ വാറഴി ഞാൻ ആരല്ല, യോഗ്യനല്ല എന്ന് പറഞ്ഞ് സാക്ഷാൽ യേശു ക്രിസ്തുവിനെ അവിടെ സ്നാനപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നപ്പോൾ സ്വർഗം തുറന്നു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറഞ്ഞ് സ്വർഗം അവനെ ശുശ്രൂഷയ്ക്ക് അയച്ച്. ആമേൻ. നോക്കുക, പഴയ നിയമത്തിലെ നിഴലുകളെല്ലാം മാറി പൊരുളായ ക്രിസ്തു രംഗപ്രവേശനം ചെയ്തു. എലിസബത്തിനോട് സെഖര്യാവോട് ദൈവം പറയുകയാ, ഭയപ്പെടേണ്ട. അടുത്ത വാക്യം ഒന്ന് വായിച്ചു നിർത്തിക്കേ, ഞാൻ വായിച്ചു നിർത്താൻ പോകുകയാ. ഭയപ്പെടേണ്ട. സെഖര്യാവ് വിഷയത്തിൽ പരവേശനായി. അടുത്തത് ദൂതൻ അവനോട് പറയുകയാ, സെഖര്യാവേ നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. ഇന്ന് രാവിലെനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പറയുകയാ, എന്റെ കുഞ്ഞെ ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥന ഉത്തരമായി. നാളുകൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും സെഖര്യാവ് പ്രാർത്ഥിച്ചൊരു വിഷയമാ, എനിക്കൊരു കുഞ്ഞിക്കാല് കാണണം. പക്ഷെ വാർദ്ധക്യത്തിൽ ദൈവം പറയുക, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അങ്ങനെങ്കിൽ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയം, വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയം, മറുപടി കിട്ടാതെ കിടക്കുന്ന വിഷയം, നീക്കുപോക്കില്ലാതെ കിടക്കുന്ന വിഷയം, ഇന്ന് മകൻ കർത്താവ് പറയുക, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വിശ്വസിക്കുന്ന കടഭാരം മാറാൻ സമയമായി, നിന്റെ വസ്തു വിൽക്കാൻ സമയമായി, നിന്റെ രോഗം മാറാൻ സമയമായി, തലമുറ തരാൻ സമയമായി, കുടുംബത്തെ മാനിക്കാൻ സമയമായി, ജോലി കിട്ടാൻ സമയമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന്
ആര് കരമടിച്ചു ദൈവസന്നിധിയിൽ ഈ ദൂതേറ്റെടുക്കും? ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു സ്തോത്രം ചെയ്യ്. പരിശുദ്ധാത്മാവി സ്തോത്രം ചെയ്യ്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഈ ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഈ 12:30 കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ചിലരോട് പറയുകയോ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടുണ്ട്. കരമടിച്ച് സ്തോത്രം ചെയ്യ്. നിന്റെ കണ്ണുനീരിന് മറുപടി ആയിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിന് മറുപടി ആയിട്ടുണ്ട്. നിന്റെ നിലവിളിക്ക് മറുപടി ആയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ നീ കാണാൻ പോകുകയാ. നിന്റെ തലമുറയിൽ ഇത് കാണാൻ പോകുകയാ. എലിസബത്തിനോടും സെക്കറിയാവിനോടും ദൈവം തന്റെ നീതി വെളിപ്പെടുത്തിയെങ്കിൽ നിന്റെ തലമുറയോട് ദൈവം നീതി വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്ക്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വിശ്വസിക്കാമോ? സഖറിയാവിനോടും എലിസബത്തിനോടും ദൈവം നീതി വെളിപ്പെടുത്തിയെങ്കിൽ നിങ്ങളോടും നിങ്ങളുടെ തലമുറയോടും ദൈവം എന്ത് ചെയ്യും? നിന്റെ സമയമാണ് കഴിഞ്ഞത്. നിന്റെ സമയമാണ് കഴിഞ്ഞത്. പക്ഷെ ദൈവത്തിന്റെ സമയം തീർന്നിട്ടില്ല. ഓ, ആ ദൂതം എത്ര പേര് ഏറ്റെടുക്കും? നീ പറയുന്നു ഇത്രയും സമയമായി, ഇനി ഒന്നും നടക്കത്തില്ല. എന്നാ ദൈവം പറയുന്നു എൻ്റെ സമയം തീർന്നിട്ടില്ല. ഞാൻ എലിസബത്തിനോടും ഞാൻ സഖറിയാവിനോടും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരമാക്കിയെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരമാക്കുകയാ. കണ്ണുകളടയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുകയാ. നിങ്ങൾ പറയുന്നു മാസം ഇത്രയുമായി, ഓ ഇന്ന് നടക്കും നാളെ നടക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ തട്ടി നീക്കി പോകുകയാ. എൻ്റെ പ്രായം ഇത്രയും കഴിഞ്ഞു, എനിക്കിപ്പോൾ 50 വയസ്സായി, ഇനിയൊരു വിസ അടിക്കത്തില്ല, ഇനിയൊരു പ്രമോഷൻ കിട്ടത്തില്ല, ഇനി എൻ്റെ കുടുംബം വിടുവിക്കപ്പെടത്തില്ല. വർഷങ്ങളായി എൻ്റെ ഭർത്താവ് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് സമയം കഴിഞ്ഞു, ഇനി അതിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. പക്ഷെ ദൈവം പറയുന്നു കർത്താവിൻ്റെ സമയമായിട്ടില്ല. ദൈവത്തിന് സമയമുണ്ട്. ആ സമയത്ത് നീ വിടുവിക്കപ്പെടും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടുണ്ട്. എലിസബത്തിനോട് സഖറിയാവിനോട് വിറങ്ങലിച്ചു നിൽക്കുന്ന ഹൃദയത്തെ നോക്കി ദൈവം പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന്. ഇന്ന് പകൽ എൻ്റെ പൊന്നും മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരി സഹോദര, ഈ ദൂത് ഇന്ന് പകൽ ഏറ്റെടുക്കാൻ തയ്യാറാണോ? യേശു കർത്താവ് പറയുന്നു ഭാരപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചവനാ, ഞാൻ പ്രതിസന്ധികളെ ജയിച്ചവനാ, ഞാൻ തിരമാലയെ ജയിച്ചവനാ, ഞാൻ കാറ്റിനെ ജയിച്ചവനാ. എൻ്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി ആക്കിയിട്ടുണ്ട്. ഈ ആഴ്ച നീ അത് കാണാൻ പോകുകയാ. ഈ ആഴ്ച നീ അത് കാണാൻ പോകുകയാ. ഈ ആഴ്ച നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്തോത്രം ചെയ്യുക. നിനക്കൊരു തലമുറ തരും. നിന്റെ പെൺകൊച്ചിനൊരു തലമുറ കർത്താവ് കൊടുക്കും. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും. മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടും. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നീ മുടങ്ങിക്കിടക്കുന്ന ജോലി ദൈവം മടക്കി തരും. നിന്റെ ബാലറ്റ് ദൈവം നിറയ്ക്കും. നിന്റെ അക്കൗണ്ട് ദൈവം നിറയ്ക്കും. നിന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും. നീ കരഞ്ഞ വിഷയത്തിന് ഉത്തരമായി, നീ പ്രാർത്ഥിച്ച വിഷയത്തിന് ഉത്തരമായി. ആ ദൂതിനെ കടന്ന് വിശ്വസിക്കുക. ഇന്ന് പകൽക്കാല പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഇന്ന് പകൽ ആരാധന കേൾക്കുന്ന ദൈവം, പരിശുദ്ധാത്മാവ് ചിലതിനെ തട്ടി വിളിച്ചു പറയുന്നു, സെക്കറിയാവേ ഭയപ്പെടേണ്ട, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് പകൽ ഈ 18-ാം തീയതി ദൈവാത്മാവ് ചിലതിനെ വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഉത്തരമായി, ഉത്തരമായി. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വിശ്വസിക്കുക. അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകുകയാ. അടയാളം ദൈവം ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കുക. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ശബ്ദമുയർത്തി സ്തുതിച്ചേ, ശബ്ദമുയർത്തി സ്തുതിച്ചേ. Right now, ഇത് നിങ്ങളുടെ സമയമാ. ഇത് നിങ്ങളുടെ വിടുതലിന്റെ സമയമാ.
നിന്റെ കുഞ്ഞുങ്ങളുടെ വിടുതലിന്റെ സമയമാ. ഗർഭപാത്രത്തെ കെട്ടിവെച്ച, ആരോഗ്യത്തെ മുടക്കിയ, സമ്പത്തിനെ തടഞ്ഞ പിശാച് പരാജയപ്പെട്ടു പോകുന്ന ദിവസം ലോകത്തെ ജയിച്ച യേശു ഇന്ന് പകൽ നിന്റെ വിഷയത്തിന്റെ മേൽ ജയം നൽകുകയോ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. Hallelujah.